സാമ്പിൾ വെടിക്കെട്ട് ഇന്നാണ്, വിളംബരം നാളെയാണ്, പൂരം മറ്റന്നാളാണ്. ഒരുക്കങ്ങൾ എവിടെ വരെ എത്തി? തീർച്ചയായിട്ടും തൃശ്ശൂർ പൂരത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അതായത് പൂരനഗരം പൂരാവേശത്തിലേക്ക് അമർന്നിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പൂരത്തിന്റെ പ്രൗഢി തന്നെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് പാറമേക്കാവിൻ്റെയും 7 മണിക്ക് പാറമേക്കാവിൻ്റെയും അതിനുശേഷം തിരുവമ്പാടി വിഭാഗത്തിൻ്റെയും വെടിക്കെട്ടാവും നടക്കുക. അതിന് മുന്നോടിയായിട്ട് ഈ പ്രൗഢി വിളിച്ചോതുന്ന, അതായത് ഈ ചമയ പ്രദർശനം, പ്രൗഢി വിളിച്ചോതുന്ന പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പും വർണ്ണാഭമായ നെറ്റിപ്പട്ട മനോഹരമായിട്ടുള്ള വെഞ്ചാപനം, ഇതിന്റെ എല്ലാം ഒരു പ്രദർശനം ഇന്ന് രാവിലെ 9 മണിയോടുകൂടി ആരംഭിക്കും. 9 മണിക്കാണ് ഇരുവിഭാഗങ്ങളുടെയും പാറമേക്കാവിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം ആരംഭിക്കുക. അതിനുശേഷം തിരുവമ്പാടിയുടെ ആരംഭിക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇരു പരിപാടികളിലും പങ്കെടുക്കും. എന്തായാലും തൃശ്ശൂർ പൂരത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൂരനഗരിയിലേക്ക് ജനസാഗരം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുൻ പൂരങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൃത്യതയോടുകൂടിയുള്ള സുരക്ഷാ മുൻകരുതലോടുകൂടിയൊക്കെ തന്നെയാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടത്തുന്നത്. കമാൻഡോ സുരക്ഷയിലുള്ള ആദ്യത്തെ പൂരമെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ പൂരത്തിന് മുന്നോടിയായി തന്നെ ഈ വടക്കുന്നാഥ ക്ഷേത്ര പ്രദർശന വഴികളിലടക്കം പോലീസിന്റെ നിയന്ത്രണവും ബാരിക്കേഡുകൾ അടക്കം നിരന്നിരിക്കുകയാണ്. അതേപോലെ അട്ടിമറി വിരുദ്ധ സേനയുടെ അടക്കം വലിയൊരു സുരക്ഷ ഈ പൂരനഗരിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഈ പൂരനഗരിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ വെടിക്കെട്ടിന്റെ ഭാഗമായിട്ട്, സാമ്പിൾ വെടിക്കെട്ടിന്റെ ഭാഗമായിട്ട് എല്ലാ നടപടികളും ഇരു ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നുള്ള പൂർത്തിയായിട്ടുണ്ടെന്നാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ വെടിക്കെട്ടിന് മുന്നോടിയായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ സ്വരാജ് റൗണ്ടിലേക്ക് വാഹനങ്ങൾ അടക്കം പ്രവേശിപ്പിക്കാതെ തടയുന്ന ഒരു സാഹചര്യം കൂടെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അതായത് തിരക്ക് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഉണ്ടാവുക. നാളെയാണ് തെക്കേ ഗോപുരനട തുറന്നുകൊണ്ടുള്ള പൂര വിളംബരം നടക്കുന്നത്. അതിനുശേഷം 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരങ്ങളുടെ പൂരത്തിന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ തുടക്കമാവുകയാണ്. എന്തായാലും തൃശ്ശൂർ ഒന്നാകെ പൂരത്തിന്റെ ആവേശത്തിലാണ്. അതിനെ തൃശ്ശൂർ എന്തു പറയുന്നു? അതായത് പൂരമെന്നാൽ അവർക്ക് എത്രമാത്രം ആവേശത്തിൻ്റെ, ആഘോഷത്തിൻ്റെ ഉത്സവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തൃശ്ശൂരുകാർ എന്തു പറയുന്നു? തീർച്ചയായിട്ടും തൃശ്ശൂരുകാരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ് തൃശ്ശൂർ പൂരം. അതായത് ഓരോ പൂരത്തിന് ശേഷം അടുത്ത വരാനിരിക്കുന്ന പൂരത്തിനെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹമാണ് ഇവിടെ ഉള്ളത്. അതായത് പൂരത്തിന് മുന്നോടിയായി തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ നമ്മൾ തന്നെ ചെയ്തതാണ്. അതായത് ഈ തൃശ്ശൂർ എക്സിബിഷൻ, പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷനിലേക്കടക്കം തൃശ്ശൂരിൽ നിന്നും, തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനസഞ്ചയം ഒഴുകിയ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. അതായത് പൂരത്തിന് മുന്നോടിയായി തന്നെ പൂരനഗരിയെ പൂരത്തിന്റെ ആവേശത്തിലേക്ക് ആക്കിയ ഒരു ജനസമൂഹമാണ് തൃശ്ശൂരിലുള്ള. എന്തായാലും ഈ പൂരത്തിന് അവസാന മണിക്കൂറുകൾ മാത്രം ശേഷിക്കും. ഇപ്പോൾ പാറമേക്കാവിലാണെങ്കിലും തിരുവമ്പാടിയിലാണെങ്കിലും ഒപ്പം വടക്കുന്നാഥ ക്ഷേത്രത്തിലാണെങ്കിലും വലിയ ഭക്തജന തിരക്കാണ്. അത് തൃശ്ശൂരിൽ നിന്നുള്ളവരുണ്ട്, മറ്റു ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, ഇതര സംസ്ഥാനക്കാരുണ്ട്, വിദേശികളടക്കം ഈ തൃശ്ശൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ ഈ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള അവലോകന യോഗത്തിന് ശേഷം മന്ത്രിമാരും അതേപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പറഞ്ഞത് 18 ലക്ഷത്തിലധികം പേർ ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന 36 മണിക്കൂറിന് ഉള്ളിൽ ഈ തൃശ്ശൂരിലേക്ക് ഒഴുകും. ഈ പൂരത്തിന്റെ ഭാഗമായിട്ട് അവർ തിരിച്ചു പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കണക്ക് തന്നെ കേൾക്കുമ്പോൾ അറിയാം ഏത് രീതിയിലാണ് ഈ പൂരത്തെ ജനം സ്വീകരിക്കുക, എങ്ങനെയാണ് അത് തൃശ്ശൂരുകാർ നെഞ്ചിലേറ്റുക, ആ പൂരത്തെ എങ്ങനെയാണ് ആസ്വദിക്കാനായിട്ട് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും അടക്കമുള്ളവർ എത്തുക എന്ന് തന്നെ ആ ഒരു സംഖ്യയുടെ കണക്കിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. എന്തായാലും പൂരത്തിനുള്ള എല്ലാ നടപടികളും, എല്ലാ ക്രമീകരണങ്ങളും തൃശ്ശൂരിൽ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ചമയ പ്രദർശനം ആരംഭിക്കുക. പാറമേക്കാവ് വിഭാഗത്തിന്റെ ചമയ പ്രദർശനമാണ് ആദ്യം. അതിനുശേഷം 9:30 തിരുവമ്പാടിയുടെ ചമയ പ്രദർശനവും ആരംഭിക്കും. ഇതിലെല്ലാം വലിയ സസ്പെൻസുകൾ, അതായത് ഈ കുടകളിലടക്കം വലിയ സസ്പെൻസുകൾ, റോബോട്ടിക് കുടകളടക്കം ഇക്കുറി ഈ ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും. അതേപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന ചില സെഗ്മെന്റുകൾ കൂടി ഈ കുടമാറ്റത്തിലും അതേപോലെ വെടിക്കെട്ടിലും തങ്ങൾ സസ്പെൻസ് ആയിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇരുവിഭാഗങ്ങളും പറയുന്നത്. കൃഷ്ണ, പൂരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു തൃശ്ശൂർ. വളരെ ആവേശത്തിലാണ് തൃശ്ശൂരുകാർ. മാത്രമല്ല നിരവധി പേർ അവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇപ്പോൾ തന്നെ. മണിക്കൂറുകൾക്കപ്പുറം വെടിക്കെട്ട്, രാവിലെ പൂരപ്രദർശനം ആരംഭിക്കുന്നു, നാളെ വിളംബരമാണ്, മറ്റന്നാൾ ലോകപ്രസിദ്ധമായ തൃശ്ശൂർ പൂരമാണ്. ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു കേട്ടോ.